തിരുവനന്തപുരത്തേക്കാണ്, തലസ്ഥാനത്തേക്കാണ്. അവിടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറായിരുന്ന യദുവും തമ്മിലൊരു വലിയ വാക്കുതർക്കം നടക്കുന്നു. അതിന് തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചാ വിഷയമാണ്. പല വിവാദങ്ങൾ ഉണ്ടാകുന്നു. ചേരിതിരിഞ്ഞ് പരസ്പരം ആളുകൾ ഈ വിഷയത്തിൻ്റെ പേരിൽ തർക്കിക്കുന്നു, ഏറ്റുമുട്ടുന്നു. ചിലർ ആര്യയ്ക്ക് പിന്തുണ അർപ്പിക്കുന്നു, മറ്റു ചിലർ യദുവിന് പിന്തുണ നൽകുന്നു. അങ്ങനെ വളരെ സജീവമാണ് ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായും ഉണ്ടായത് ഈ ബസ്സിനുള്ളിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ, അതായത് ഈ ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തുമ്പോൾ ഈ ക്യാമറയ്ക്കുള്ളിൽ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നത് മാത്രമല്ല, അതിനെക്കുറിച്ച് കൃത്യമായൊരു ഉത്തരം, അതിനുള്ളിൽ കാർഡ് ഉണ്ടായിരുന്നോ, ഈ കാർഡ് എവിടെ പോയി, അതിനുള്ളൊരു ഉത്തരവും കിട്ടുന്നില്ല. അപ്പോൾ പല തരത്തിലുള്ള ദുരൂഹതകളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ്. ഈ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിരുന്നേനെ, എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അറിയാമായിരുന്നു. അപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതെ പോയത് തീർത്തും ഒരു ദുരൂഹത ഇല്ലേ അതിൽ? അങ്ങനെ കാർഡ് അതിലുണ്ടായിരുന്നെങ്കിൽ? അല്ല, സംസ്ഥാനത്ത് ഇതുപോലെ ക്യാമറ ഘടിപ്പിച്ച എല്ലാ KSRTC ബസ്സുകൾക്കകത്തും അത് പ്രോപ്പറായി പ്രവർത്തിക്കുന്നുണ്ടോ, അതിനകത്തെല്ലാം മെമ്മറി കാർഡുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതും. ഇതിപ്പം ഈ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവായ MLA രക്ഷിക്കാൻ ആരെങ്കിലും ആസൂത്രിതമായി ചെയ്തതാണോ ഇല്ലയോ എന്ന് പറയുന്നത് പോലീസാണ്. ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. കാണാതായത് ആരെങ്കിലും പ്രത്യേകമായി ഇപ്പോൾ എടുത്തു മാറ്റി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ മാറ്റിയതാവും, അതിനുള്ള ചാൻസസ് ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു എന്താ പറയുക, ക്ലാരിറ്റി പ്രശ്നം ഇപ്പോഴും സത്യത്തിലുണ്ട്. ആ ക്ലാരിറ്റിയിലേക്ക് വരുന്നതിന് മുൻപ് എന്താ പറയുക, വിമർശകർ ഒരു പൊസിഷൻ എടുക്കുന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു കാര്യം. അതായത് അവർ പറയുന്ന ഒന്ന്, അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ഈ വണ്ടിക്കാരൻ അവരെ മോശം ആംഗ്യം കാണിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യണം എന്നവർക്ക് തോന്നി. അവരുടെ കൂടെ കുടുംബാംഗങ്ങളുണ്ടായിരുന്നു, വേറെ സ്ത്രീകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി മുന്നിൽ നിർത്തി ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്ത് ആംഗ്യമാണ് കാണിച്ചത്, എന്താണ് മോശമായി മോശം ആംഗ്യം കാണിച്ചു എന്ന കാര്യം പറയുന്നത് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യാണ്. അപ്പോൾ അവരുടെ വാദം, വഴിയരികിൽ വെച്ച് താൻ ലൈംഗികമായി ഏതെങ്കിലും മോശം സംഗതികൾക്ക് വിധേയമാക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്, ആ റൈറ്റ് അവർ ഉപയോഗപ്പെടുത്തി എന്നതാണ്. അപ്പം അങ്ങനെ തന്നെയാണ് അവർ പെരുമാറേണ്ടിയിരുന്നത്. ഒരു മേയർ അല്ലെങ്കിൽ ഒരു നഗരത്തിൻ്റെ ഭരണാധികാരി, അല്ലെങ്കിൽ അവരുടെ ഭർത്താവായ, അവർ പാർട്ട്ണറായ ഒരു MLA, അവർ കുറച്ചുകൂടി ഉത്തരവാദിത്വ സ്വഭാവത്തിലും പക്വമായും പെരുമാറേണ്ടിയിരുന്നില്ലേ, അതോ ഇത് ഒരു പവർ പ്രിവിലേജ് കാണിച്ചതാണോ എന്ന ക്വസ്റ്റ്യൻ ഒരു വശത്ത് ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. ഞാനിത് രണ്ടിനകത്തും ശരിയുണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ്. മറിച്ച് ആര്യ ചെയ്തത് മാത്രം തെറ്റാണ് എന്ന് പറയുന്നത് ഒരു മുൻവിധി സമീപനം അതിനകത്തുണ്ട് എന്നതാണ്. അത് മാധ്യമങ്ങളാകെ തന്നെ പവറിൻ്റെ പ്രിവിലേജ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. പവറിൻ്റെ പ്രിവിലേജ് ഉപയോഗിക്കാൻ പാടില്ല സാധാരണക്കാരനരെ. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സഹപ്രവർത്തകയായ ഒരാളുടെ ശരീരത്ത് ഒരു പവർ പ്രിവിലേജ് ഉപയോഗിച്ച് ഒരു BJP നേതാവ് കൈവച്ച സംഭവം ഓർമ്മയുണ്ട്. ശരിക്കും പവറിൻ്റെ പ്രിവിലേജ് ഉപയോഗിക്കുകയാണ്, ദേഹത്ത് കൈവച്ച് മോളെ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അന്ന് ഈ കേരളത്തിൽ എത്ര ആളുകൾ ആ വിഷയം ശരിയാവണ്ണം ഏറ്റെടുത്ത് ഇത് പവർ പ്രിവിലേജാണ്, ഇത് തോന്നിയാസാണ് എന്ന് പറയാൻ വന്നു. ഇവിടെ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പവർ പ്രിവിലേജ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് രോഷം കൊള്ളുന്ന, വേദനിക്കുന്ന ആളുകൾ അന്ന് അവരുടെ ശരീരത്ത് കൈവച്ചത് പവർ പ്രിവിലേജ് ആണെന്ന് പറയാൻ മാധ്യമങ്ങളാകെ തന്നെ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഇരയാക്കപ്പെട്ട വ്യക്തിക്കെതിരെ വഷളൻ മറുപടികൾ കിട്ടാൻ, വഷളൻ ചോദ്യങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾക്ക് ഇന്ന് ആകെ പവർ പ്രിവിലേജ് ഒരിടത്തും അനുവദിക്കാൻ പാടില്ല എന്ന ഒരു നൈതിക ബോധം പെട്ടെന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. അന്ന് ഈ ഇരയാക്കപ്പെട്ട സഹപ്രവർത്തക അദ്ദേഹത്തോട് സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്തില്ല. അവർ പോലീസിനെ സമീപിക്കുകയാണ് ചെയ്തത്. അവർ വളരെ നിയമപരമായും മാതൃകാപരമായ നിയമ നടപടിയിലേക്ക് പോയി. എന്നിട്ട് അവരെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടായോ? ഇല്ല. ഉണ്ടായിരുന്ന മാത്രമല്ല, ഒരു വിവേചന സമീപനം സ്വീകരിക്കുകയും അവരെ കുഴപ്പക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കേരളത്തിലെ പ്രതിപക്ഷ അടക്കം ഇന്നിപ്പോൾ അവിടെ TDFിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ വലിയ മാർച്ച് നമ്മൾ കണ്ടല്ലോ. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്തി വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയാണ്. എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാവും മുമ്പ് തന്നെ ഏറ്റെടുക്കുകയാണ്. ഇയാളെക്കുറിച്ച് വേറെയും പരാതികളുണ്ട്, ഇയാളുടെ സഹപ്രവർത്തകരും നാട്ടുകാരും ഇയാളെക്കുറിച്ച് പലതരം കമന്റ്സ് പറയുന്നുണ്ട്. ഇയാൾക്ക് 2017 ഒരു മോശം സംഗതി ചെയ്തതിന്റെ പേരിൽ പൊതുമധ്യത്തിൽ വെച്ച് വസ്ത്രവീഴ്ച കാണിച്ചതിന്റെ പേരിൽ ഒരു FIR ഉണ്ട്. ആ FIR തീർപ്പാക്കിയതിന് കോടതി ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെ പശ്ചാത്തലമുള്ള ഒരാൾ എന്ത് ചെയ്തു എന്ന് ബോധ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ തീരുമാനം എടുക്കണം. കാരണം എന്താണ്, അപ്പുറത്തുള്ളത് ആര്യ രാജേന്ദ്രനാണ്, അവർ ഭരണപക്ഷ പാർട്ടിയുടെ ആളാണ് എന്നതുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് പെട്ടെന്ന് നിലപാടിലേക്ക് പോവുകയാണ്. സ്ത്രീകൾ വഴിമത്യത്തിൽ അധിക്ഷേപിക്കപ്പെടുന്നത് ഈ രാജ്യത്തൊരു പുതിയ സംഗതിയല്ല. അത് അനുഭവിക്കാത്ത ഒരു സ്ത്രീ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് പോസിബിലിറ്റീസ് ആർ ദെയർ, അതിന് വളരെ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവരടുത്ത് അവർക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി. അവർ ഒരു മേയർ മാത്രമല്ല, അവരൊരു പൊതുപ്രവർത്തകയാണ്, അവരൊരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്, ഒരു ആത്മാഭിമാനമുള്ള വനിതയാണ്. അവർക്ക് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അവർ ചാടി ഇറങ്ങി ചോദിക്കുന്നു. അതിനകത്തുള്ള അതുകൊണ്ട് അത്രയും പോർഷനിൽ ഒരു ഗുരുതരമായ കുഴപ്പം സംഭവിച്ചു എന്ന് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ ഈ തൊഴിലാളി സ്നേഹത്തിൻ്റെ
പവർ പ്രിവിലേജ് കാണിക്കുന്നതിനുള്ള വിയോജിപ്പിൻ്റെയൊക്കെ പേരിൽ രംഗത്ത് വന്ന് സിദ്ധാന്തം എഴുതുന്ന ആളുകൾക്ക് ഇരട്ട സമീപനമുണ്ട് പലപ്പോഴും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങൾക്ക് പോലും അതുണ്ട് എന്നാണ് കാണേണ്ട കാര്യം. രണ്ടാമത്തേത്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ സീബ്ര ലൈനിൽ വണ്ടി കയറ്റി വട്ടം വെച്ച് ക്രോസ് ചെയ്ത് അവിടെ ഇട്ടൊരു ഒരു KSRTC ബസ്, ഒരു ബസ് വഴിയിൽ നിർത്തി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു തെറ്റായ നടപടിയാണ്. അത് ഒരു മേയറുടെ എന്നല്ല, ഒരു പൗരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല. കാരണം അതിനകത്ത് ഈ ക്രൈമിൽ ഒരു പങ്കാളിത്തം ഇല്ലാത്ത ആളുകൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് റിമാൻഡിൽ പോകാൻ പറ്റുന്ന കുറ്റമാണ് വണ്ടി തടഞ്ഞിടുക എന്ന് പറയുന്നത്. അതായത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക. മറ്റൊന്ന്, സീബ്രയിൽ വണ്ടി കയറ്റി എടുത്തുക. നോർമലി നമുക്ക് സീബ്രയുടെ വണ്ടി കയറ്റി എടുത്താൻ പറ്റില്ല. അവിടെ വണ്ടി വട്ടം വെച്ച് കയറ്റി എടുത്ത് ഇറങ്ങി നിന്ന് ബഹളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ കാര്യം. രണ്ടാമത്, സച്ചിൻ ദേവ് MLA ആ വണ്ടിക്കകത്ത് കയറി ആളുകളുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി അതിനകത്ത് നിന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊരു ആരോപണമുണ്ട്. അത് വസ്തുതയാണെങ്കിൽ അത് എന്താണ്, ഒരുതരം ഗൂണ്ടാ മോഡൽ ആക്റ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഡിവൈസിനകത്ത് എന്ത് വീഡിയോ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഒരാൾ പവർ ഉപയോഗിക്കുന്നത് കുഴപ്പമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതാണ് ഇതിനകത്ത് വരേണ്ടത്. ഈ നമ്മൾ നഷ്ടമായി എന്ന് പറയുന്ന വീഡിയോ മെമ്മറി കാർഡിനകത്ത് കാണേണ്ട സംഗതി അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഓവർ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാണ്. റിയാക്ട് ചെയ്യാം എന്നുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്തു. കാരണം നമ്മൾ ഒരു നിയതമായ ഒരു വര വരയ്ക്കുക. ആ വരയിലൂടെ മാത്രമാണ് എല്ലാം പോകേണ്ടത്. ആ നിയമം, അധികാരികൾ പെരുമാറേണ്ടത്, സാധാരണക്കാർ പെരുമാറേണ്ടത്, ആ വരയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തേക്കോ ചലിക്കാൻ പാടില്ല എന്ന സിദ്ധാന്തത്തോടെ എനിക്ക് വിയോജിപ്പാണ്. എന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ പലതരത്തിൽ പെരുമാറും, പലതരത്തിൽ ചിലപ്പോൾ പ്രതികരിക്കുകയും ചെയ്യും. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനാകെ തന്നെ വറീഡ് ആവേണ്ട ഭയങ്കരമായൊരു പ്രശ്നം നിലയ്ക്ക് എടുക്കേണ്ട ഒരു സംഗതിയല്ല. മറിച്ച് അവിടെ ഓവർ റിയാക്ട് ചെയ്തിട്ടുള്ള പ്രശ്നത്തിന്മേൽ മാതൃകാപരമായ നടപടിയെടുക്കാം. അവരും അത് അഡ്മിറ്റ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ഒരിടത്തു മാത്രമായി ശരി, ഒരു എന്താ പറയുന്നത്, ദുർബലനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ അധികാര സംഘം വേട്ടയാടി എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല. അത് സാർ എന്താ കരുതുന്നത്? ഞാനതിൽ എനിക്ക് നിഷാദ് പറയാൻ അല്പം വ്യത്യസ്തമായ ടേക്ക് ഉണ്ട്. അതിൽ ഏറ്റവും ബേസിക് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ രണ്ട് കക്ഷികളാണല്ലോ. ഒന്ന് ഈ ഡ്രൈവർ, ഒരു എംപാനൽഡ് ഡ്രൈവർ, ഒരു സ്ഥിരം തൊഴിലാളി പോലുമല്ല, ഒരു എംപാനൽഡ് ഡ്രൈവർ. അപ്പുറത്തിരിക്കുന്നത് ഒരു നഗരത്തിൻ്റെ മേയർ, ഒരു MLA. അപ്പോൾ ഒരു വിഷയത്തിൽ അധികാരമുള്ള ദുർബലനും ശക്തനും തമ്മിലൊരു പ്രശ്നത്തിൽ നമ്മുടെ ഒരു അടിസ്ഥാന നീതി സങ്കല്പം അനുസരിച്ച് നമ്മുടെ സമീപനത്തിൻ്റെ തട്ട് ദുർബലൻ്റെ കൂടെ അല്പമൊന്ന് ചാഞ്ഞു നിൽക്കണം എന്നുള്ളതാണ്. ഒരു ദുർബലനും ഒരു ശക്തനും, ഇവിടെ ഒരു അതീവ ദുർബലനും അതീവ ശക്തരായ രണ്ടുപേരും തമ്മിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിനകത്തൊരു സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കണം? അത് ഏത് വിഷയത്തിലാണെങ്കിലും ദുർബലനോടൊപ്പം അല്പം ചാഞ്ഞു നിൽക്കുക എന്നുള്ളതായിരിക്കണം പൊതുവായ നീതി സങ്കല്പം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരു എംപാനൽഡ് ഡ്രൈവറും ഒരു വശത്ത് നിൽക്കുന്നു, അപ്പുറത്ത് ഒരു മേയർ നിൽക്കുന്നു, ഒരു MLA നിൽക്കുന്നു. അതാണ് സീൻ അതാണ്. ഇനി രണ്ടാമത്തത്, ഇവർക്കെതിരെ മേയർ ഡ്രൈവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം ലൈംഗിക അധിക്ഷേപം എന്നാണ്. ലൈംഗിക ചുവയുള്ള ലൈംഗിക ചേഷ്ട കാണിച്ചു. ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് തെറ്റാണ്, ക്രിമിനൽ ആക്റ്റാണ്. സംസ്ഥാന പോലീസ് അതിനെതിരെ 354A വകുപ്പിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്, അല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട്. മേയറും സംഘവും എന്താ ചെയ്തത്? മേയറും സംഘവും ചെയ്തത് ഈ വണ്ടി തടഞ്ഞു നിർത്തി. ഈ വണ്ടി വട്ടം പിടിച്ചു സീബ്രാനിൽ കൊണ്ടിട്ടു തടഞ്ഞു നിർത്തി. ആ ബസ്സിലെ യാത്രക്കാർക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഇറക്കി വിട്ടതാണോ ഇറങ്ങിപ്പോയതാണോ എന്നുള്ളത് തർക്ക വിഷയം. പോട്ടെ, എത്രയായാലും തമ്പാനൂർക്ക് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് തമ്പാനൂർ വരെ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അവർ ചെയ്തത് എന്നോട് ചെയ്തപ്പോൾ ഇന്ന് സനോജൊക്കെ പറയുന്ന കാര്യം, ലൈംഗികാധിക്ഷേപം നേരിട്ടപ്പോൾ അതിനോടുണ്ടായ സ്വാഭാവിക പ്രതികരണം. ആയിക്കോട്ടെ, ഒരാൾക്കങ്ങനെ സ്വാഭാവിക പ്രതികരണം ആകാം. പക്ഷേ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എൻ്റെ കുഞ്ഞിനൊരാളെ കൊന്നു, സ്വാഭാവിക പ്രതികരണം എനിക്ക് അവനെ കൊല്ലാം. പക്ഷെ നിയമം കൊള്ളാം, അത് സ്വാഭാവിക പ്രതികരണം പറഞ്ഞ് നിൽക്കുകയാണ്, നിയമം ചെയ്യാം. നിയമം എന്താ ചെയ്യുക? എനിക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കും, അല്ലേ? അപ്പോൾ ഈ MLAയും ഈ മേയറും ചേർന്നിട്ട് രണ്ട് ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഒരു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. KSRTC ഡ്രൈവർ എന്ന് പറയുന്ന അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. രണ്ടാമത്തത്, പൊതുഗതാഗതം തടസ്സപ്പെടുത്തി, യാത്രാ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി. ഇതിനു മുമ്പ് വേറെ കാര്യം കൂടെ മനസ്സിലാക്കണം. ഇവർ വണ്ടി തടഞ്ഞു നിർത്തി എന്ന് ഈ ഡ്രൈവർ ആരോപിച്ചപ്പം അങ്ങനെ ചെയ്തില്ല എന്ന് നുണ പറഞ്ഞിട്ടുണ്ട് ഈ മേയർ. ആ നുണ ഈ ദൃശ്യങ്ങൾ സഹിതം പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേയറുടെ ഇതൊരു പ്രശ്നമാണ്. മേയറുടെ വാദങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും എന്നൊരു പ്രശ്നമുണ്ട്. അവർ പറഞ്ഞ ഒരു നുണ
മണിക്കൂറുകൾ കൊണ്ട് പൊളിഞ്ഞതാണ്, പൊതുജന മധ്യത്തിൽ പൊളിഞ്ഞതാണ്. അപ്പോൾ നുണ പറഞ്ഞ ഒരു മേയറാണ് അവിടെ നിൽക്കുന്നത്. നുണ പറഞ്ഞ മേയറും അവരുടെ ജീവിത പങ്കാളിയും കൂടി ഒരു ഒഫൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒഫൻസിന് എന്തോ ആയിക്കോട്ടെ, റിഫ്ലക്സ് ആകാം, പെട്ടെന്നുണ്ടായതാകാം, പക്ഷേ അതൊരു നിയമലംഘനമാണ്. പക്ഷെ ആ നിയമലംഘനത്തിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് 2 നിയമലംഘനങ്ങൾ നടക്കുന്നു. വിത്തിൻ മിനിറ്റ്സ് 2 നിയമലംഘനങ്ങൾ നടക്കും, അല്ലെങ്കിൽ 3 നിയമലംഘനങ്ങൾ നടക്കും. അതിൽ ഒരാൾ ചെയ്ത നിയമലംഘനത്തിനെതിരെ മാത്രം കേസെടുക്കുന്നു, മറ്റേയാൾ ചെയ്ത നിയമലംഘനത്തിനെതിരെ കേസെടുക്കുന്നില്ല. കേസെടുക്കാത്തത് ആരുടെ നിയമലംഘനത്തിനാണ്? അധികാരമുള്ളവൻ്റെ, അല്ലേ? ഇതും വസ്തുതയാണല്ലോ. അധികാരമുള്ളവനും അധികാരമുള്ളവളും ചെയ്തു നടത്തിയ ഒരു നിയമലംഘനം, അതിന് എല്ലാ നിലക്കുള്ള ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടായിരിക്കെ അതിനെതിരെ കേസെടുക്കാൻ ഭരണകൂടം സന്നദ്ധമാവുന്നില്ല. ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രി പുറത്തു വന്ന് ഈ നിയമലംഘനം നടത്തിയ ഒരാളെ ന്യായീകരിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. അപ്പം ഇതിലേക്ക് ജനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇപ്പോൾ ഈ മന്ത്രി ശിവൻകുട്ടി ഇന്ന് വന്ന് സംസാരിക്കുമ്പോൾ ശിവൻകുട്ടി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജ് എന്താണ്? ആ നിയമസഭയിലെ മേശപ്പുറത്ത് മുണ്ട് മാടിക്കെട്ടി കയറി ആക്രോശം കാണിക്കുന്ന ശിവൻകുട്ടി. 2021 സെപ്റ്റംബറിൽ CJM കോടതി, തിരുവനന്തപുരം CJM കോടതിയിൽ ഇവർ കൊടുത്ത ഈ ശിവൻകുട്ടി അടക്കമുള്ള ആ കേസിലെ പ്രതികൾ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. അതിലെന്താ പറയുന്നത് അറിയോ? ഈ പറയുന്ന ദൃശ്യം, നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ അക്രമത്തിൻ്റെ ദൃശ്യം, അത് വ്യാജ ദൃശ്യമാണ്, അത് ഡോക്ടേഡാണ് എന്ന് അഫിഡവിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, ആ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് ഇവിടെ ഇത് നടത്തിയ ആൾക്ക് വേണ്ടിയിട്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിഷാദ് പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ അധികാരമുള്ളവൻ ചെയ്ത ഇതിനെതിരെ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ സമൂഹം നിൽക്കുന്നില്ല, മാധ്യമങ്ങൾ നിൽക്കുന്നില്ല. മാധ്യമങ്ങളോടുള്ള ആ വിമർശനം വളരെ വളരെ സാധുവാണ്. പക്ഷേ അതേസമയം ഇവിടെ ജനങ്ങൾക്ക് മുമ്പിലുള്ള വിഷയം എന്താണ്? അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും വിഷയം ഉണ്ടാകുന്നു. അത് ഓക്കെ, ഇപ്പുറത്തുള്ള ഈ ലൈംഗിക ചേഷ്ട നടന്നെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം, അങ്ങനെ തന്നെ വിചാരിക്കാം. എന്നാൽ ഇപ്പുറത്തൊരു ഒഫൻസ് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടം ഇതിനെതിരെ നടപടിയെടുക്കാത്തത് എന്ന ചോദ്യം വളരെ വാലിഡായ ചോദ്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ അത് സെല്ല് ചെയ്യാൻ പറ്റും. ആ ചോദ്യം ഒരു മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിക്കഴിഞ്ഞാൽ ആ ചോദ്യം വളരെ എളുപ്പം ആളുകൾക്ക് മനസ്സിലാവും. ഈ എം എൽ എക്കെതിരെ ഒരു ആരോപണം വരുന്നുണ്ട്. MLA അകത്ത് കയറി ഇറങ്ങിപ്പോകാൻ പറയുന്നു, ഇനി യാത്രയില്ല എന്ന് പറയുന്നു. ഇങ്ങേർക്ക് ആർക്കാണ് അതിന് അധികാരം കൊടുത്തത്? അത് ആരോപണമാണ്. പക്ഷേ വണ്ടി തടഞ്ഞു നിർത്തി എന്നുള്ള വസ്തുതയാണ്, നമ്മളത് ദൃശ്യങ്ങൾ കണ്ടാണ്. പക്ഷേ ബസ്സിൻ്റെ ഉള്ളിലുള്ള ഇത് കിട്ടിയിരുന്നെങ്കിൽ അത് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അവിടെ തമ്പാനൂരിൽ 4 സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് പറയുന്നത്. അതിൽ 3 എണ്ണത്തിൽ അതുണ്ട്. ഈ ഒരെണ്ണത്തിൽ മാത്രം അത് നഷ്ടപ്പെട്ടത് എന്ത്? ഒരു പ്രശ്നമുണ്ട്. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു പബ്ലിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ, അല്ലേ? തെഫ്റ്റാണല്ലോ ഒരർത്ഥം നടന്നിരിക്കുന്നത്. അതിനെതിരെ കേസെടുക്കണ്ടേ? എത്രയോ പൈസ കൊടുത്തിട്ടായിരിക്കുമല്ലോ അത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകുക. അതിനെതിരെ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അപ്പോൾ ഇതിനകത്ത് ഇതാണ് പ്രശ്നം. ഇത് പിന്നെ ഈ CPM-മായി ബന്ധപ്പെട്ട ബുദ്ധിജീവികൾ ഇവിടെ വന്ന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതിനകത്ത് ഈ ഒരു പ്രശ്നമുണ്ട്. അധികാരമുള്ളവൻ്റെ അഹന്തയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ അഹന്തക്ക് കുട പിടിക്കുകയാണ് ഭരണകൂടം എന്നേ സാമാന്യമായി ജനം വിശ്വസിക്കുകയുള്ളൂ. അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോഴും ഈ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിന് കൂടുതൽ വ്യക്തത വരുമായിരുന്നു. അപ്പോൾ ആ കാർഡ് കിട്ടാത്തത് ഒരു ദുരൂഹത ഉണ്ട് അതിൽ.